തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിലെത്തിയ രഞ്ജിത്തിൻ്റെ മോശപ്പെട്ട മുഖം മലയാളികൾക്ക് മുൻപിലെത്തിയത് 2.5 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഒരു പ്രമുഖ നടി രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ചുവെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ രഞ്ജിത്തിന് കഴിഞ്ഞിരുന്നു. തങ്ങൾ പാലൂട്ടി വളർത്തുന്ന സിനിമാക്കാരൻ ഒരു പെൺപിടിയനാണെന്ന് അന്നാണ് പാർട്ടി മനസ്സിലാക്കിയത്. അതോടെ രഞ്ജിത്തിൻ്റെ പാർട്ടിയിലെ പിടിപാട് കുറഞ്ഞു വന്നു. രഞ്ജിത്തിനെതിരെ മുൻപും പരാതികൾ ഉയർന്നുവെങ്കിലും അതിലൊന്നും ഇരകൾ ശക്തരായിരുന്നില്ല എന്നതാണ് സത്യം. പ്രതിഷേധസ്വരമുയർത്തുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നല്ലോ. കൂടാതെ ശരീരം കാഴ്ചവെക്കാത്ത നടിമാരെ സിനിമയിൽ നിന്ന് തന്നെ പുറന്തള്ളിയിരുന്ന ഒരു കാലമായിരുന്നു അത്. 90കളിൽ ഒരു പ്രമുഖ നടിയെ രഞ്ജിത്ത് പ്രണയം നടിച്ച് വശത്താക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തു എന്ന ഗോസിപ്പും ഉയർന്നു വന്നിരുന്നു. പക്ഷേ നടി പരാതിയുമായി മുന്നോട്ട് പോയില്ല. 2024 ശക്തമായ ഒരു ആരോപണം ഉയർന്നു വന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറി എന്ന് നടി ശ്രീലേഖ മിത്രയാണ് ആരോപിച്ചത്. പക്ഷേ അന്ന് രഞ്ജിത്ത് രാഷ്ട്രീയമായി വളരെ കരുത്തുള്ള വ്യക്തിയായിരുന്നത് നടിയുടെ ആരോപണങ്ങളെ തടഞ്ഞു നിർത്താൻ ശക്തമായിരുന്നു. പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടിയുടെ നായികയായാണ് ശ്രീലേഖ മിത്ര വരുന്നത്. ബംഗാളിൽ തിരക്കുള്ള നടിയായിരുന്നു അവർ അപ്പോൾ. പക്ഷേ രഞ്ജിത്തിൻ്റെ കണ്ണിൽ താൻ ഇത്ര കാലവും കയറിപ്പിടിച്ചിട്ടും പ്രതികരിക്കാത്ത നടിമാരിലെ ഒരാൾ മാത്രമായിരുന്നു അവർ. പക്ഷേ രഞ്ജിത്തിന് പിടിക്കാൻ നിന്നുകൊടുക്കാൻ മാത്രം തൻ്റെ ഇടമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നില്ല അവർ. തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ച ഉടനെ അവർ കുതിരി മാറി. വൈകാതെ സംവിധായകനെയും നിർമ്മാതാവിനെയും വിവരം ധരിപ്പിച്ചു. പക്ഷേ അന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം നിർമ്മാതാവിനും സംവിധായകനും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. പക്ഷേ സംഭവം വിവാദമായി മാറി. ശ്രീലേഖ പരാതി കൊടുത്ത ശേഷം സിനിമയിൽ അഭിനയിക്കാതെ മടങ്ങി. പക്ഷേ രഞ്ജിത്തിൻ്റെ ഇമേജ് തകർക്കപ്പെട്ട സംഭവമായി അത് മാറി. വൈകാതെ ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടിയും വന്നു. ഇത് രഞ്ജിത്തിൻ്റെ ആദ്യത്തെ പീഡന ശ്രമമല്ല എന്നതാണ് സത്യം. തമിഴ്നാട്ടിൽ നിന്നും മലയാള സിനിമയിലെത്തിയ നടിയാണ് രേവതി. വീട്ടിലെ കുട്ടി എന്ന പരിവേഷമാണ് രേവതിക്ക് അന്നുണ്ടായിരുന്നത്. കിലുക്കത്തിലെ കഥാപാത്രമാണ് രേവതിയെ മലയാളികളുടെ പ്രിയങ്കരിയാക്കി മാറ്റിയത്. 1991 കിലുക്കം റിലീസായത്. രേവതി മോഹൻലാൽ കോമ്പിനേഷൻ മറ്റൊരു ലെവലിൽ എത്തിയ സിനിമയാണ് ദേവാസുരം. രഞ്ജിത്ത് തന്നെയായിരുന്നു ഈ സിനിമയുടെ തിരക്കഥാകൃത്ത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് രേവതിയെ സ്നേഹം നടിച്ച് വശത്താക്കിയത്. അക്കാലത്ത് ഭർത്താവുമായി അകന്നു നിൽക്കുകയായിരുന്ന രേവതി രഞ്ജിത്തിൽ അഭയം കണ്ടെത്തി എന്ന് പറയാം. പക്ഷേ രഞ്ജിത്താകട്ടെ ഒരു എൻജോയ്മെൻ്റ് എന്നതിനപ്പുറം രേവതിയുമായിട്ടുള്ള അടുപ്പത്തെ കണ്ടതില്ല. പക്ഷേ കളി കാര്യമായി മാറി. രേവതി ഗർഭിണിയായി. അബോർഷൻ നടത്തണം എന്ന് രഞ്ജിത്ത് ആവശ്യപ്പെട്ടെങ്കിലും രേവതി വഴങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത്. 2013 രേവതിക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. ഡൈവോഴ്സായിരുന്ന രേവതിക്ക് കുഞ്ഞുണ്ടായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലൂടെയാണ് തനിക്ക് പെൺകുഞ്ഞുണ്ടായതെന്ന് രേവതി പറയുന്നു. രഞ്ജിത്താണ് ഈ ഗർഭത്തിന് ഉത്തരവാദി എന്നതാണ് രഹസ്യമായ സംസാരം.